സത്യം പറയാലോ, ആപ്പിൾ കാണിച്ച ഈ ഒരു തെണ്ടിത്തരം എനിക്ക് മറക്കാമല്ല. കാരണം ഐപാഡ് 2024 ഈ ഒരു 12 മെഗാ പിക്സൽ ക്യാമറ കൊണ്ട് തന്നെ എന്തിനാണ് പുഷ് ചെയ്യുന്നതെന്ന് എനിക്ക് ചോദിച്ചിട്ട് ഒരു ഉത്തരവില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഐപാഡ് പ്രോയിൽ നിങ്ങൾ ഒരു വലിയൊരു കുറവ് ശ്രദ്ധിച്ചോ? അത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം എന്തായാലും പറഞ്ഞുതരാം. ഹായ് എവരിവൺ, ദിസ് ഇസ് എബിൻ സേ ഫ്രം എവിക്ക. ഇന്ന് നമ്മുടെ എല്ലാവരും പ്രതീക്ഷ 2024 ഏറ്റവും ആദ്യത്തെ ഇവൻ്റായ ലെറ്റ്സ് ലൂസ് എന്ന് പറഞ്ഞ ഐപാഡിന് വേണ്ടി മാത്രമുള്ള ആ ഒരു ഇവൻറ്റ് നടന്നിരിക്കുകയാണ്. ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് കണ്ടത് കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമാണ്. അതിൽ ഒന്നാമത്തെ ഐപാഡ് എയർ, രണ്ടാമത്തെ ഈ പറയുന്ന ഐപാഡ് പ്രോ, പിന്നെ ആപ്പിളിൻ്റെ ഈ പറയുന്ന മാജിക് കീബോർഡും ആപ്പിൾ പെൻസിൻ്റെ ഒരു പുതിയ ജനറേഷനും നമ്മൾ കണ്ടു. പിന്നീട് നമുക്ക് ഈ ഒരു ആപ്പിളിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഐപാഡിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ആപ്ലിക്കേഷൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ്സും കണ്ടു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഈ ഒരു ഇവൻ്റിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യം പറയുന്നുണ്ട്. സോ എന്തായാലും വീഡിയോ കാണുക. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുക. ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് എബിൻ സേവിയർ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു ഐപാഡ് എയർ എന്ന് പറയുന്നത്. ഈ ഒരു ഐപാഡ് എയർ നമുക്ക് 4 പുതിയ കളേഴ്സിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ പിങ്ക് കളർ, 2 സ്റ്റാർലൈറ്റ്, പിന്നെ സ്പേസ് ഗ്രേ ആൻഡ് ബ്ലൂ. ഈ പറയുന്ന 4 കളേഴ്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 4 കളേഴ്സിൻ്റെയും വാൾപേപ്പേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു 4 വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു വാൾപേപ്പർ മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ ഐപാഡ് ആദ്യമായിട്ടാണ് 2 സൈസിൽ, ഐപാഡ് എയർ 2 സൈസിൽ വന്നത്. ഒന്ന് 11 ഇഞ്ച്, നമ്മുടെ ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് പോകുന്ന ആ ഒരു സൈസ് ഓഫ് ഐപാഡ് എയർ 11 ഇഞ്ച്. രണ്ടാമത്താണ് ഇപ്പോൾ പ്രോ സീരീസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു 13 ഇഞ്ച്, നമ്മുടെ മാക്ബുക്കിൻ്റെ ഒക്കെ സൈസ് വരുന്ന ആ ഒരു 13 ഇഞ്ചിൻ്റെ ഒരു പുതിയ ഐപാഡ് എയറും വന്നിട്ടുണ്ട്. ഈ 2 പവർ ചെയ്യുന്ന അല്ലെങ്കിൽ 2 ഈ പറഞ്ഞ ഐപാഡ് പവർ ചെയ്യുന്നതും M2 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ്. ഈ ഒരു ഐപാഡിൽ ഇപ്പോഴും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് 12 മെഗാ പിക്സൽ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ 2024 എന്തിനാണ് ഈ പറയുന്ന 12 മെഗാ പിക്സൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 24 മെഗാ പിക്സലെങ്കിലും പ്രൈമറി ക്യാമറ ആപ്പിളിനെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴും അത് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ 12 മെഗാ പിക്സലാണ് ആപ്പിൾ ഈ ഒരു ഐപാഡ് ലൈനപ്പിലും പുഷ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ബാക്കി കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നേരത്തെ ഐപാഡിൻ്റെ 10th ജനറേഷനിലൊക്കെ വന്ന പോലെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വീഡിയോ കോൾ ചെയ്യുമ്പോൾ നല്ല ബെറ്റർ ആയിട്ടും അതേപോലെ പ്രിസൈസ് ആയിട്ട് ആ ആംഗിൾ സെൻട്രലൈസ് ചെയ്ത് ആ ഒരു വീഡിയോ കോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണിന് ഒരുമാതിരി കോങ്ങണ്ണുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അതേപോലെ ഈ ഒരു 2 ഐപാഡിനും സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. 13 ഇഞ്ചിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടെ ലൗഡർ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സും ആപ്പിൾ ഈ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഐപാഡ് എയറിൽ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു കളേഴ്സും ബാക്കി കാര്യങ്ങളും ഈ പറയുന്ന ഐപാഡ് എയറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിരുന്നു ഐപാഡ് പ്രോ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ആപ്പിൾ ഹിസ്റ്ററിയിലെ ഏറ്റവും തിന്നസ്റ്റായ ഡിവൈസാണ് ഈ പറഞ്ഞ ഐപാഡ് പ്രോ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് നമുക്ക് വരുന്നത് 5.1 മില്ലിമീറ്ററാണ് 13 ഇഞ്ചിൽ വരുന്നത്. അതേപോലെ 11 ഇഞ്ചിൽ വരുന്നത് 5.3 മില്ലിമീറ്ററാണ്. ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു 5.1 മില്ലിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു സൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നല്ല തിന്നാണ്. നല്ല തിന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിന്ന്. നമ്മുടെ ജെറിയണ്ണൻ്റെ അടുത്ത് ഈ ഒരു ഡിവൈസ് കിട്ടിയ ഇനി പൊട്ടോ എന്ന് മാത്രമാണ് നമുക്കുണ്ടാകുന്ന ഡൗട്ട്. സോ ഈ ഒരു ഡിവൈസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് നല്ല മാറ്റം ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നോർമൽ ബ്രൈറ്റ്നസ് HDR ആണെങ്കിലും നമുക്ക് 1000 നിറ്റ്സ് വരെയാണ് കിട്ടുന്നത്. ഇനി ഏറ്റവും പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 1600 നിറ്റ്സിലേക്കാണ് ഐപാഡ് പ്രോവിൻ്റെ ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഒരു ഓയിലിൻ്റെ ടെക്നോളജിയാണ്. ഈ ഒരു ഓയിലിൻ്റെ ടെക്നോളജി വന്നുകൊണ്ട് തന്നെ പൊതുവേ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന പോലെ ഒരു സിംഗിൾ ലെയർ ഓഫ് ഡിസ്പ്ലേ അല്ല വന്നിരിക്കുന്നത്. അതിൻ്റെ പൊക്കത്ത് ഒരു ഡബിൾ ലെയർ ഓഫ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ OLED പാനലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ
ട്രൂ ഡെപ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രൂ കളേഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ആൻഡ് പിക്സൽസ് ഓഫ് ആവും. എങ്ങനെ? ഈ പറഞ്ഞ ബ്ലാക്ക്സ് വരുന്ന സമയത്ത്, കറുത്ത നിറം നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്ന സമയത്ത് ആ ഒരു ഏരിയയിലുള്ള എല്ലാ പിക്സലും ഓഫ് ആവും. ആ ഒരു ഓഫ് ആവുന്നതും കറക്റ്റായിട്ട് കളർ കറക്ഷന് വേണ്ടിയും പിന്നെ നമ്മുടെ ആംബിയൻസും ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റും പ്രോ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് 2 ലെയർ ഓഫ് ഈ പറയുന്ന OLED ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ആ ലെയർ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെയും ആപ്പിൾ ഒരു ചെറിയ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ, ആപ്പിൾ ഈ ഒരു ഇവൻറ്റിൽ കൊണ്ടുവന്ന ഒരു പുതിയ ഫീച്ചറായിരുന്നു നാനോ ടെക്സ്ചർ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. പ്രോയിൽ മാത്രം, അത് 13-ലുണ്ട്, നമ്മുടെ ലെവലിലുണ്ട്. ഈ പറഞ്ഞ നാനോ ടെക്സ്ചർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പൊക്കത്ത് വരുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ഓപ്ഷൻ. ഈ ഒരു ഗ്ലാസ് നമുക്ക് ആകെ ലഭിക്കുന്നത് 1 TB മുതൽ 2 TB വരുന്ന ആ ഒരു ഹൈ എൻഡ് സ്പെക്ക് ഡിവൈസിൽ മാത്രമാണ്. ഈ പറഞ്ഞ 256 GB-ലോ 512 GB-ലോ ഒന്നിലും നമുക്ക് ഈ പറഞ്ഞ നാനോ ടെക്സ്ചർ ഗ്ലാസ് വരില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം നമുക്ക് ഐപാഡിൻ്റെ ബേസ് വേരിയൻ്റ്, അതായത് ഐപാഡ് പ്രോയിൻ്റെ സ്റ്റോറേജ് ബേസിൽ വരുന്ന ഒരു ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നതല്ല. അതേപോലെ ഐപാഡ് പ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കളേഴ്സാണ് വരുന്നത്. ഒന്ന് നമുക്ക് സിൽവറും 2 സ്പേസ് ബ്ലാക്കും എന്ന് പറഞ്ഞാൽ 2 കളേഴ്സാണ് നമുക്ക് വരുന്നത്. ഇനി ഈ പറയുന്ന ആക്സസറീസിലേക്ക് നോക്കാം. ആക്സസറീസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞാണ് ഐപാഡിൻ്റെ ഈ പറഞ്ഞ മാജിക് കീബോർഡ് എന്ന് പറയുന്നത്. മാജിക് കീബോർഡ് നമുക്ക് 2 പുതിയ കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണമല്ല, പുതിയ അലൂമിനിയം മാജിക് കീബോർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മാജിക് കീബോർഡ് ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ കീസ് ഇല്ലേ, നമ്മുടെ എസ്കേപ്പ്, F1, F2, F3, അതേപോലെ ബ്രൈറ്റ്നസിൻ്റെ ഈ പറഞ്ഞ കൺട്രോൾ, ബാക്കി എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പുതിയ മാക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ മാജിക് കീബോർഡ് ലേഔട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ട്രാക്ക് പാഡിനും നമ്മുടെ പാം റെസ്റ്റിനും, നമ്മുടെ ഈ കൈൻ്റെ ഈ ഒരു ഭാഗമില്ലേ, അത് റെസ്റ്റ് ചെയ്യാനുള്ള വലിയൊരു സ്ഥലം, ആ ഒരു പാം റെസ്റ്റിന് കുറച്ചും കൂടെ വലിയ സ്ഥലം ആപ്പിളിൽ ഈ പറഞ്ഞ മാജിക് കീബോർഡിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതേപോലെ അടുത്ത ഒരു പ്രോഡക്റ്റായിരുന്നു ആപ്പിൾ ഐപാഡ് യൂസേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ്, ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടം ആപ്പിൾ പെൻസിൽ വന്നതോടെ ആപ്പിൾ പെൻസിൽ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് ആപ്പിൾ പെൻസിലും ആപ്പിൾ പെൻസിൽ പ്രോയും എന്ന് പറയുന്നത്. പുതിയ 2nd ജനറേഷനോ 3rd ജനറേഷനോ അല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ആപ്പിൾ പെൻസിൽ പ്രോ എന്ന് പറയുന്നതാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് കുറച്ചധികം പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ആപ്പിൾ പെൻസിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ടിപ്പിൽ നമുക്ക് ചെറിയൊരു ജൈറോസ്കോപ്പ് വന്നിട്ടുണ്ട്. ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെൻസറാണ്. ഈ സെൻസർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓപ്ഷൻ എടുത്തു, ഈ പറഞ്ഞ ബ്രഷോ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം എടുത്തു നമ്മുടെ ആപ്പിൾ പെൻസിൽ, നമ്മുടെ ഈ പറഞ്ഞ പെൻസിൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ ബ്രഷ് കറക്റ്റായിട്ട് തിരിയും. ആൻഡ് നമ്മൾ ഓരോ കാര്യം നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്യും. നമ്മുടെ ഈ പെൻസിൽ നമുക്ക് ജസ്റ്റ് സ്ക്യൂസ് ചെയ്യാൻ പറ്റും, ചെറുതായിട്ട് നമക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഇൻ്റർഫേസ് നമ്മുടെ ഈ പറഞ്ഞ ബ്രഷും ഇറേസറൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഈ ഓരോ സെലക്ഷനിലും നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ പെൻസിലിൻ്റെ പൊക്കത്തായിട്ട്, അതായത് കറക്റ്റ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഈ പെൻസിലിൻ്റെ പൊക്കത്തായിട്ട് അല്ലെങ്കിൽ ഈ പേനയുടെ പൊക്കത്തായിട്ട് ചെറിയൊരു ഹാപ്റ്റിക് മോട്ടർ ഉണ്ടാവും. ഈ ഹാപ്റ്റിക് മോട്ടർ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈബ്രേറ്റ് ചെയ്യും. നമ്മുടെ ഓരോ കാര്യത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ ഫങ്ഷനും ഒരു ഹാപ്റ്റിക് മോട്ടർ നമുക്ക് ഫീഡ്ബാക്ക് ആയിരിക്കും. സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ പെൻസിലുള്ള ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഈ പറഞ്ഞ ഐപാഡിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ലാൻഡ്സ്കേപ്പായിട്ടാണ് ക്യാമറ വരുന്നത്. സോ കുറച്ചും കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് വീഡിയോ കോളും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പൊക്കത്ത് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ പെൻസിൽ വെക്കുന്നതും. ആൻഡ് ആപ്പിൾ പെൻസിൽ പ്രോ കുറച്ചും കൂടെ തിന്നറാണ്. അതേപോലെ കുറച്ചും കൂടെ ബെറ്ററും പ്രിസൈസുമായിട്ടുള്ള ഹോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഐപാഡിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അപ്പം തന്നെ ആ ഒരു ഐപാഡിൽ ആ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ലൈറ്റ് കാണിക്കും, ലൈറ്റല്ല ചെറിയ ഹോവറിങ് കാണിക്കും. ഈ ഒരു ഓപ്ഷൻസും ബാക്കി എല്ലാം ഈ പറഞ്ഞ ഐപാഡ് പ്രോയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പിൾ പെൻസിൽ പ്രോയിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ആപ്പിൾ പെൻസിൽ പ്രോയിൽ നിങ്ങൾ മറന്നു വെക്കുകയാണെങ്കിൽ ഫൈൻഡ് മൈ എന്നുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ പെൻസിൽ പ്രോ കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. സോ ഫൈൻഡിങ്ങും കുറച്ചുകൂടി ബെറ്ററായിട്ട് ആപ്പിൾ പെൻസിലിൽ ആപ്പിൾ ഈ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം, ഐപാഡ് ലാസ്റ്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പുതിയ ആപ്ലിക്കേഷൻ, ഐപാഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പുതിയ ആപ്ലിക്കേഷനാണ് FCP അഥവാ ഫൈനൽ കട്ട് പ്രോയും പിന്നെ ലോജിക് പ്രോയും. ഫൈനൽ കട്ട് പ്രോ നമ്മുടെ ഈ പറഞ്ഞ വീഡിയോ എഡിറ്റിങ്ങും, ലോജിക് പ്രോ മ്യൂസിക് പ്രൊഡക്ഷനും അതേപോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ എല്ലാ കാര്യത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ FCP 2ഉം ലോജിക് പ്രോ 2ഉം ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് FCPയിലെ ഒരു അപ്ഡേഷനാണ്. കാരണം FCPയിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ, അതിനുവേണ്ടി ഒരു സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് FCPക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്നത്. നമ്മുടെ ഐഫോണിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലഭിക്കും, ഏത് ഫൈനൽ കട്ട് ക്യാമറ. അതിനുശേഷം നമ്മുടെ ഐപാഡും ഈ പറഞ്ഞ ഐഫോണും കൂടെ യൂസ് ചെയ്താൽ ലൈവായിട്ട് മൾട്ടി ക്യാമ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 4 ക്യാമറ 4 ഐഫോൺസ് വെച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഐപാഡിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും, 4 ഐഫോണിൻ്റെ ക്യാമറ. ആൻഡ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫോക്കസും ഡെപ്തും ബൊക്കയും എല്ലാം കൺട്രോൾ ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ഔട്ട് എടുക്കാനും പറ്റുന്നതാണ്. അതാണ് എനിക്ക് ഈ പറഞ്ഞ FCP അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ആ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ലോജിക് പ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷനും ബാക്കി കാര്യങ്ങളും AI യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷൻ നമുക്ക് സോഫ്റ്റ്വെയറിൽ വന്നപ്പോൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരാത്ത ഒരു ഓപ്ഷനായിരുന്നു ഈ പറഞ്ഞ കാൽക്കുലേറ്റർ ആപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഇപ്പോഴും ഐപാഡിൽ കൊണ്ടുവന്നിട്ടില്ല. സോ ഏറ്റവും അവസാനം നമ്മൾ ടിമ്മണ്ണൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ വരുന്ന ഇവൻറ്റിൽ അല്ലെങ്കിൽ അടുത്ത വരുന്ന ഏറ്റവും വലിയ ഇവൻ്റാണ് WWDC 2024 എന്ന് പറയുന്നത്. സോ ആ ഒരു ഇവൻറ്റിൽ നിങ്ങൾക്ക് ഇനിയും കുറേ പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ പ്രതീക്ഷ ഉൾപ്പെടെ അനുസരിച്ച് ഈ പറയുന്ന ഐപാഡിലെ കാൽക്കുലേറ്റർ ആപ്പ് 2024 ജൂണിൽ വരുന്ന WW24 കാണാൻ പറ്റും. ഈ ഒരു ഇവൻറ്റിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു ഇവൻറ്റ് കണ്ടില്ലെങ്കിലും ബാക്കി ഒരു നല്ലൊരു റഫ് ഫിഗർ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു ഇവൻറ്റിൽ യൂസ് ചെയ്ത കുറേയധികം പ്ലേലിസ്റ്റുകളുണ്ടാവും, പ്ലേലിസ്റ്റ് അല്ല കുറേയധികം പാട്ടുകളുണ്ടാവും. ഈ എല്ലാ പാട്ടുകളും ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ട്രാക്ക് വേണമെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ മതി, ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്താണ്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എല്ലാ ട്രാക്കും കേൾക്കാൻ പറ്റുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിലുള്ള പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടെലിഗ്രാമിൻ്റെയും ലിങ്ക് തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായാലും അവിടെ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് ബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.